തിങ്കളാഴ്ച വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറാനിരിക്കെ കോൺഗ്രസിലെ മന്ത്രിമാർ ആരൊക്കെയാണെന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായി. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുമെന്നാണ് വിവരം. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ എന്നിവരാണ് മന്ത്രിപട്ടികയിൽ ഇടം പിടിച്ചവർ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. 11 മന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകും. ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയെ കെ.സി. വേണുഗോപാൽ വീട്ടിലെത്തി അനുനയിപ്പിച്ചതിന് പിന്നാലെയാണ് മന്ത്രിസഭയിൽ അംഗമാകാനുള്ള തീരുമാനമെടുത്തത്. എന്നും സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെച്ച നേതാവാണ് രമേശ് ചെന്നിത്തലയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും കെ.സി. പറഞ്ഞു. താൻ എന്നും യഥാർത്ഥ കോൺഗ്രസുകാരനായിരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനായി വി.ഡി. സതീശൻ രാവിലെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകിയതായാണ് വിവരം. അതിന് പിന്നാലെയാണ് കെ.സി. വേണുഗോപാൽ ചെന്നിത്തലയുടെ വസതിയിലെത്തിയത്. ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് വിവരം. പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.എം. ഷാജി, എൻ. ഷംസുദ്ദീൻ, പാറയ്ക്കൽ അബ്ദുള്ള എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. പി.കെ. ബഷീറിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഒരു വിഭാഗം അതൃപ്തി അറിയിച്ചതായാണ് വിവരം. 7 എം.എൽ.എമാരുള്ള ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മോൻസ് ജോസഫ്, അപ്പു ജോസഫ് എന്നിവരെ മന്ത്രിമാരാക്കാനാണ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. മുൻ CPM നേതാവായിരുന്ന ജി. സുധാകരന് സ്പീക്കർ പദവിയോ മറ്റേതെങ്കിലും ക്യാബിനറ്റ് റാങ്കിലുള്ള പദവിയോ നൽകുന്ന കാര്യം കോൺഗ്രസ് ആലോചനയിലുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന വകുപ്പ് വിഭജനം അതേപടി തുടരാനാണ് കോൺഗ്രസ് താൽപര്യപ്പെടുന്നത് എങ്കിലും ഘടകകക്ഷികൾ പുതിയ വകുപ്പുകൾ ആവശ്യപ്പെടുന്നുണ്ട്.